ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ തിയറം നമ്പർ 3യുടെ പ്രൂഫാണ് നോക്കാൻ പോകുന്നത്. സോ തിയറം നമ്പർ 3 ഇതാണ് പറയുന്നത്. ലെറ്റ് എ ആൻഡ് ബി ബി ഇൻറ്റീജേഴ്സ് ആൻഡ് ലെറ്റ് എം ബി എ പോസിറ്റീവ് ഇൻറ്റീജർ. ദെൻ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ മോഡ് എം ഈക്വൽ ടു ബി മോഡ് എം. ഓക്കെ, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡെം ആവണമെങ്കിൽ എ മോഡെമ്മും ബി മോഡെമ്മും ഈക്വൽ ആവണം. ഞാൻ ആ മോഡുലാർ അരിത്മെറ്റിക് എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു. എന്ത്, എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ, അതാണ് എ മോഡെം അല്ലെ. എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനെയാണ് നമ്മൾ എ മോഡെം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ബി മോഡെം. ഓക്കെ, ആ രണ്ട് റിമൈൻഡേഴ്സും, രണ്ട് സംഖ്യകൾ എനെയും ബിനെയും എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറുകൾ ഒന്നാണെങ്കിൽ, ഒരേ റിമൈൻഡർ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? എയും ബിയും കോൺഗ്രുവൻസ് റിലേഷനിലാണ്. എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് പറയും. ഓക്കെ, എനെയും ബിനെയും എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് രണ്ടും ഒന്നാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, തിരിച്ചു. ഓക്കെ, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡെം ആണെങ്കിൽ എ മോഡെം ഈക്വൽ ടു ബി മോഡെം എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ എ മോഡെം ഈക്വൽ ടു ബി മോഡെം ആണെങ്കിൽ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡെം എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഡെഫിനേഷൻ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കോൺഗ്രുവൻസിന്റെ ബേസിക് ഡെഫിനേഷനിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് എ മോഡെം ഈക്വൽ ടു ബി മോഡെമ്മിൽ എത്തണം. ഇനി അതുപോലെ എ മോഡെം ഈക്വൽ ടു ബി മോഡെം എന്ന് അസ്യൂം ചെയ്തിട്ട് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡെം എന്ന റിലേഷനിൽ എത്തണം. ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയതുകൊണ്ട് രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യണം. ഒന്ന് ഏതാണ്? നമുക്ക് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത് ഇഫ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ദെൻ എ മോഡ് എം ഈക്വൽ ടു ബി മോഡ് എം എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഗിവൺ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രുവൻസിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത്? എം ഡിവൈഡ്സ് എ മൈനസ് ബി. എം ഡിവൈഡ്സ് എ മൈനസ് ബി. അതായത് നമുക്ക് എ മൈനസ് ബിനെ എം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് എ മൈനസ് ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിവിഷന്റെ ഡെഫിനിഷൻ സം ഇന്റിജർ ഇൻറ്റു എം. എ മൈനസ് ബി എമ്മിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലെ. അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നും കിട്ടില്ല, റിമൈൻഡർ 0 ആയിരിക്കും അല്ലെ. റിമൈൻഡർ 0 ആയിരിക്കും. എ മൈനസ് ബി ഈക്വൽ ടു എസ് ഇൻറ്റു എം പ്ലസ് 0 എന്ന് എഴുതാം. ഓക്കെ, ഡിവിഷൻ അൽഗോരിതം അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു ഡി ക്യൂ പ്ലസ് ആർ എന്ന ഫോമല്ലേ ഡിവിഷൻ അൽഗോരിതം. സോ ആ രീതിയിൽ എഴുതുമ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു എസ് ഇൻറ്റു എം പ്ലസ് 0. റിമൈൻഡർ 0 ആയിരിക്കും എ മൈനസ് ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഞാൻ എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കി. എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എ ഈസ് ഈക്വൽ ടു സം ടി ഇൻറ്റു എം പ്ലസ് R1 എന്ന് കിട്ടും അല്ലെ. എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കോഷ്യന്റും ഒരു റിമൈൻഡറും കിട്ടും. ഇനി അതുപോലെ ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കോഷ്യന്റും ഒരു റിമൈൻഡറും കിട്ടും. ഓക്കെ, സോ എനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് R1. ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് R2. ഓക്കെ, R1 R2 എന്ന് എടുക്കാം കേട്ടോ. എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് R1. ഓക്കെ, ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ R2. ഇനി നമുക്കറിയാം എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ മോഡ് എം അല്ലെ. അതായത് എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനെ എനിക്ക് എ മോഡ് എം എന്നും വിളിക്കാം. ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനെ വിളിക്കുന്ന പേരാണ് ബി മോഡ് എം. തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ്. ഇനി നമുക്ക് അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു ടി എം പ്ലസ് എ മോഡ് എം എന്ന് എഴുതാം. ബി ഈക്വൽ ടു ആർ എം പ്ലസ് ബി മോഡ് എം എന്നും എഴുതാം.
ഇനി എ മൈനസ് ബി അതായത് ഞാൻ ഈ രണ്ട് ഇക്വേഷൻസിനെ തമ്മിൽ മൈനസ് ചെയ്യാൻ പോണേ. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. അപ്പൊ എന്തായി? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലെ ടി എം മൈനസ് ആർ എം പ്ലസ് എ മോഡം മൈനസ് ബി മോഡം മൈനസ് ബി മോഡം. ഓക്കെ, അപ്പോ എ മൈനസ് ബി ഈക്വൽ ടു എമ്മിനെ കോമൺ ആയിട്ട് ഞാൻ ഇവിടെ എടുത്താൽ എം ഇൻറ്റു ടി മൈനസ് ആർ പ്ലസ് എ മോഡം മൈനസ് ബി മോഡം എന്ന് കിട്ടും. എ മൈനസ് ബി ഈക്വൽ ടു എം ഇൻറ്റു ടി മൈനസ് ആർ പ്ലസ് എ മോഡം മൈനസ് ബി മോഡം എന്ന് കിട്ടും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞെടുത്തേക്കുന്നത് എന്താണ്? എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എം ആണ്. ദാറ്റ് ഈസ് എം എ മൈനസ് ബിനെ ഡിവൈഡ് ചെയ്യും. സോ നമ്മൾ എന്താ എഴുതി? എ മൈനസ് ബി ഈക്വൽ ടു എസ് എം പ്ലസ് 0 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ എന്താണ്? എ മൈനസ് ബി എന്ന് പറയുന്നത് എസ് ഇൻറ്റു എം പ്ലസ് 0 ആണ്. അപ്പൊ നമ്മുടെ ടി മൈനസ് ആർ എന്ന് പറയുന്നത് ഇവിടെ എസ് ആയിരിക്കും. ഓക്കെ അല്ലെ? കോഷ്യന്റ് എന്ന് പറയുന്നത് എസ് ആണ്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി ഈക്വൽ ടു എസ് ഇൻറ്റു എം പ്ലസ്, നോക്ക, എ മൈനസ് ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0 ആണ് അല്ലെ? 0. ഇനി നോക്ക, ഈ രണ്ട് ഇക്വേഷൻ നോക്കി. എ മൈനസ് ബി ഈക്വൽ ടു ടി മൈനസ് ആർ ഇൻറ്റു എം പ്ലസ് എ മോഡം മൈനസ് ബി മോഡം. എ മൈനസ് ബി ഈക്വൽ ടു എസ് എം പ്ലസ് 0 എന്നാണ് നമുക്ക് ആദ്യം നമുക്ക് ഗിവൺ കണ്ടീഷനിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ. ഇനി ഈ രണ്ട് ഇക്വേഷനെയും കമ്പയർ ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ റിമൈൻഡർ 0 ആണ്. ദാറ്റ് ഈസ് എ മോഡം മൈനസ് ബി മോഡം എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. എ മോഡം മൈനസ് ബി മോഡം 0 ആണെന്നുള്ളത് ആ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എ മോഡം ഈക്വൽ ടു ബി മോഡം എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് അവർ കൺക്ലൂഷൻ. നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? എ മോഡം ഈക്വൽ ടു ബി മോഡം എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. സോ ഈ രീതിയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് എ മോഡം ഈക്വൽ ടു ബി മോഡം എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യണം. നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ഇഫ് എ മോഡം ഈക്വൽ ടു ബി മോഡം. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺവേഴ്സ് കേട്ടോ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയതുകൊണ്ട് രണ്ട് സൈഡും പ്രൂവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇനി പ്രൂവ് ചെയ്യേണ്ടത് എ മോഡമും ബി മോഡമും ഈക്വൽ ആണെങ്കിൽ എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എം എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി എ മോഡം എന്ന് പറഞ്ഞാൽ എന്താണ്? എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് അല്ലെ? എ ഈക്വൽ ടു എനെ ഞാൻ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എ ഈക്വൽ ടു സം എസ് എം പ്ലസ് R1 കിട്ടും. അതുപോലെ ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏതെങ്കിലും ഒരു ഇൻറ്റീജർ ഇൻറ്റു എം പ്ലസ് R2 കിട്ടും അല്ലെ? എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എസ് ആണ് കോഷ്യന്റ്, R1 ആണ് റിമൈൻഡർ എന്ന് വിചാരിക്കുക. ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടി ആണ് കോഷ്യന്റ്, R2 ആണ് റിമൈൻഡർ എന്ന് വിചാരിക്കുക. ഇനി നമുക്കറിയാം R1 എന്താണ്? നമ്മുടെ എ മോഡം ആണ്. R2 എന്ന് പറയുന്നത് ബി മോഡം ആണ് അല്ലെ? അപ്പൊ എനിക്ക് എഴുതാം എ ഈക്വൽ ടു എസ് എം പ്ലസ് R1 എന്താണ്? എ മോഡം. എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനെ ഞാൻ എ മോഡം എന്ന് വിളിക്കാം. ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനെ ബി മോഡ് എം എന്നും വിളിക്കാം. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എം എന്നാണ്. അപ്പൊ ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്യുക? ഞാൻ ഈ രണ്ട് ഇക്വേഷനെയും സബ്ട്രാക്ട് ചെയ്തു, 1 മൈനസ് 2 ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എനിക്ക് എ മൈനസ് ബി എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എസ് എം മൈനസ് ടി എം പ്ലസ് എ മോഡം മൈനസ് ബി മോഡം എന്ന് കിട്ടും. എസ് എം മൈനസ് ടി എം പ്ലസ് എ മോഡം മൈനസ് ബി മോഡം എന്ന് കിട്ടും. ഇനി നോക്കുക, എ മോഡെമ്മും ബി മോഡെമ്മും ഈക്വൽ ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ അല്ലെ? അപ്പൊ എ മോഡം മൈനസ് ബി മോഡം എന്തായി പോവും? 0 ആയി പോവും. ദാറ്റ് ഈസ് എ മൈനസ് ബി ഈക്വൽ ടു എമ്മിനെ ഞാൻ കോമൺ ആക്കി എം ഇൻറ്റു എസ് മൈനസ് ടി പ്ലസ് 0 എന്ന് കിട്ടും.
അതിനർത്ഥം എന്താണ്? എ മൈനസ് ബി ഈക്വൽ ടു എസ് മൈനസ് ടി ഇൻറ്റു എം. ദാറ്റ് ഈസ് എ മൈനസ് ബി എന്ന് പറയുന്നത് എമ്മിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതിനർത്ഥം എന്താണ്? എം ഡിവൈഡ്സ് എ മൈനസ് ബി. എം ഡിവൈഡ്സ് എ മൈനസ് ബി ആവുമ്പോഴാണ് നമ്മൾ എന്ത് എഴുതുക? എ കോൺഗ്രുവൻ ടു ബി മോഡ് എം എന്ന് എഴുതുക. ഓക്കെ, സോ എ മോഡ് എം ഈക്വൽ ടു ബി മോഡ് എം ആണെങ്കിൽ എ കോൺഗ്രുവൻ ടു ബി മോഡ് എം ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സോ ഹോപ്പ് ദിസ് തിയറം ഈസ് ക്ലിയർ ഫോർ യു. താങ്ക് യു.